വിഷം ശരീരത്തിനകത്ത് ചെന്നാൽ ആളുകൾ മരിക്കുന്നത് എന്തുകൊണ്ട്? അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമായ ഷാരോൺ വധക്കേസിലെ വിധി പ്രസ്താവം വന്നിരിക്കുകയാണ്. ജ്യൂസിൽ വിഷം കലർത്തി ഘട്ടം ഘട്ടമായി ഷാരോണിനെ കൊല്ലുകയായിരുന്നു കേസിൽ ശിക്ഷിക്കപ്പെട്ട ഗ്രീഷ്മയുടെ ലക്ഷ്യം. ഒടുവിൽ കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകിയാണ് ഗ്രീഷ്മ കൃത്യം സാധിച്ചത്. വിഷം അകത്തു ചെന്നതിനെ തുടർന്ന് ആന്തരിക അവയവങ്ങൾ അഴുകിയാണ് ഷാരോൺ മരിച്ചത്. വിവിധ വിഷപദാർത്ഥങ്ങൾ ശരീരത്തിനകത്ത് പ്രവേശിച്ചാൽ വ്യത്യസ്തമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. കാർബൺ മോണോക്സൈഡ്, സയനൈഡ് തുടങ്ങിയ വേഗത്തിൽ പ്രവർത്തിക്കുന്നവ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് അവയവങ്ങൾക്കാവശ്യമായ എൻസൈമുകളുടെ പ്രവർത്തനത്തെ തടയും. ഇവ വേഗത്തിൽ മരണം സംഭവിക്കുന്നതിന് കാരണമാകും. ഫ്ലൂറോ അസറ്റേറ്റ് പോലുള്ള സിട്രിക് ആസിഡ് ഘട്ടത്തെ തടയുന്നു. ഇവ പ്രവർത്തിക്കാൻ കുറച്ച് സമയമെടുക്കും, പക്ഷേ ഇത് വളരെ മാരകമാണ്. വാർഫറിൻ പോലുള്ള വിഷവസ്തുക്കൾ അകത്ത് ചെന്നാൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്നു. അതിനാൽ അനിയന്ത്രിതമായ രക്തസ്രാവം മൂലം മരണം സംഭവിക്കുന്നു. ഓർഗാനിക് മെർക്കുറി പോലുള്ള വിഷപദാർത്ഥങ്ങൾ തലച്ചോറിനെയും കരൾ കോശങ്ങളെയും ആക്രമിക്കുന്നു. സമനില തെറ്റിയ അവസ്ഥയുണ്ടാകുകയും തുടർന്ന് തലച്ചോറിന് നിങ്ങളുടെ ശരീരത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. കൊനൈൻ, അട്രോപ്പിൻ, സ്ട്രെനൈൻ, നിക്കോട്ടിൻ തുടങ്ങിയ വിവിധ ആൽക്കലോയിഡുകൾ നാഡീവ്യവസ്ഥയെ ബാധിക്കും. ഇവയിൽ ചിലത് വേഗമുള്ളതും ചിലത് മന്ദഗതിയിൽ പ്രവർത്തിക്കുന്നതുമാണ്. പൊളോണിയം പോലുള്ള റേഡിയോ ആക്റ്റീവ് വിഷങ്ങൾ മാരകമായ അളവിൽ റേഡിയേഷൻ ഉണ്ടാക്കുകയും നാഡീവ്യൂഹം, മെറ്റബോളിസം, ശാരീരിക പ്രക്രിയകൾ എന്നിവയെ ആക്രമിക്കുകയും ചെയ്യുന്നു. ചില വിഷവസ്തുക്കൾ അകത്തു ചെന്നാൽ ഉടൻ ലക്ഷണങ്ങൾ കാണിക്കണമെന്നില്ല. ചിലപ്പോൾ ലക്ഷണങ്ങൾ സാവധാനത്തിൽ പ്രത്യക്ഷപ്പെടുകയോ അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് ശേഷം കാണിക്കുകയോ ചെയ്യാം. ആർക്കെങ്കിലും വിഷബാധയേറ്റാൽ ആദ്യ മണിക്കൂറിന് മുമ്പ് തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നത് ജീവൻ രക്ഷിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ്.